ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ചോറിനൊപ്പവും ചപ്പാത്തിയോടൊപ്പവും അപ്പത്തിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക് ചെറുതായി കട്ട് ചെയ്തതും 2 ഗ്രീൻ ചില്ലി കട്ട് ചെയ്തതും 1 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 3 ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇനി നമുക്ക് അടച്ചു വെച്ച് തക്കാളിയും സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതായിപ്പോൾ ഏകദേശം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയും സവാളയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കൂടെ ചേർത്ത് പിഴിഞ്ഞെടുത്തതാണ്. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടൊമാറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ ഒപ്പം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ നാനിനും ബട്ടൂരിക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.